सीता रुद्र प्रताप। നമസ്കാരം സാർ. എത്ര ദിവസമായി സാറിനെ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട്? സുഖങ്ങളൊക്കെ തന്നെ അല്ലേ? ആ മോളെ സീതേ, ഞാൻ ഈ പഴയ PG-യിലേക്ക് തന്നെ മാറി. എന്റെ അമ്മോ, എന്നെ കൊണ്ട് പറ്റില്ല മോളെ. ഈ പാചകവും വീട്ടുജോലിയൊക്കെ ചെയ്ത് വീട് നോക്കാനായിട്ട്. ഞാനാണെങ്കിൽ നീയും സിഹിയും വരുന്ന സന്തോഷത്തിലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നിങ്ങൾ വരുന്നുമില്ല. അയ്യോ അയ്യോ, എനിക്കാണെങ്കിൽ PG സെറ്റ് ആവും മോളെ. 1 മിനിറ്റ് വെയിറ്റ് ചെയ്യേ, ഞാനിപ്പോ അങ്ങോട്ട് വിളിക്കാം. ഹായ് ആന്റി. നീ എന്തായാലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പ്രിയ. ആക്ച്വലി ആന്റി, ആ വീട് ഞാനും തമ്മിൽ സെറ്റായി വന്നതാ. പക്ഷേ നിങ്ങളെയൊക്കെ ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. അതെനിക്കറിയാം. നിനക്ക് ഈ വീട് വൃത്തിയാക്കാനും അടിച്ചു വാരാനും തുണി അലക്കാനും ഒന്നും പറ്റില്ല. നിനക്കിങ്ങനെ മേലനങ്ങാതിരുന്ന് അടിച്ചു പൊളിച്ച് നടക്കണം, അത്രയല്ലേ ഉള്ളൂ. എന്ത് അടിച്ചു പൊളിച്ചോ? ഞാൻ വരുന്നത് കൊണ്ട് എല്ലാരും ഹാപ്പി ആയിരിക്കും, ഗ്രാൻഡ് വെൽക്കം കിട്ടുമെന്ന് കരുതിയപ്പോ ഇങ്ങനെയാണോ ഒരാളെ സ്വീകരിക്കുന്നത്? എനിക്കൊന്നും വയ്യ, ഞാൻ വേറെ PG നോക്കിക്കോളാം. ഈ നാടകമൊക്കെ മതിയാക്കി മര്യാദയ്ക്ക് റൂമിൽ കയറാൻ നോക്ക്. പക്ഷെ എനിക്ക് എന്റെ പഴയ റൂം തന്നെ തിരിച്ചു വേണേ. തന്നേക്കാം. എന്തോ ഭാഗ്യം കൊണ്ട് ഒരു ബെഡ് കാലിയായിട്ടുണ്ട്. ചെല്. ആന്റി, എന്താ ഇന്ന് കഴിക്കാൻ? നല്ല ബണ്ണും പരിപ്പുണ്ട്. അയ്യോ, ഇവിടെ ഉണ്ടാക്കുന്ന ബണ്ണല്ലേ, അത് കഴിച്ചാ എന്റെ ഭക്ഷണ സ്വപ്നങ്ങളെല്ലാം വെറുതെ ആയി പോവുകയുള്ളൂ. അല്ല, നിന്റെ റൂം കാലിയാണ്, പൊയ്ക്കോന്ന് പറയുന്നതിന് പകരം ഇവരെന്താ ഒരു ബെഡ് ഫ്രീ ഉണ്ട് ഭാഗ്യം എന്ന് പറഞ്ഞത്? ഇതിന്റെ സ്വഭാവം എനിക്കറിഞ്ഞൂടെ. ഈ PG-യിലേക്ക് ഞാനല്ലാതെ വേറെ ആരെങ്കിലും വരൂ? शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये. ഇതെന്താ ദൈവമേ ഇത്? മന്ത്രങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ശരിക്കും എന്റെ റൂമിൽ നിന്ന് തന്നെ വരുന്ന ശബ്ദമാണോ ഇതൊക്കെ? എന്തായാലും നല്ല ദൈവഭയമുള്ള ഒരാൾ റൂമിൽ വന്നിട്ടുണ്ട്. നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ അവികാരായ ശുദ്ധായ നിത്യായ പരമാത്മനേ. എന്റെ ഭഗവാനെ, ഇത് എന്റെ റൂം തന്നെയാണോ? യസ്യ സ്മരണമാത്രേണ ജന്മ സംസാര ബന്ധനാത് വിമുച്യത്തെ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭ വിഷ്ണവേ. ഓം നമോ വിഷ്ണവേ പ്രഭ വിഷ്ണവേ. श्रीवैशम्पायनुवाच श्रुत्वा धर्मानशेषेण पावनानि च सर्वशः युधिष्ठिरः शान्तनवं पुनरेवाभ्यभाषत. युधिष्ठिर उवाच किमेकं दैवतं लोके किं वाप्येकं परायणं स्तुवन्तः कम्पमर्चन्तः प्राप्नुयुर्मानवा शुभम्. को धर्मः सर्वधर्माणां भवतः परमो मतः किं जपन्मुच्यते जन्तुर्जन्म संसारबन्धनात्. ഇപ്പോഴും ഭൂമിയിൽ മഴ പെയ്യുന്നത് ഇവള് കാരണമാണെന്ന് തോന്നുന്നു. प्रभुं देवदेवम् अनन्तं पुरुषोत्तमं स्तुवन् नामः सहस्रेण पुरुषस्तततोत्थितः. ഒരു മിനിറ്റ്. ഷുവർ ടേക്ക് യുവർ ടൈം.
ഈ കാണുന്നേ? PG ആണോ അതോ ഇത് വല്ല അമ്പലമാക്കി മാറ്റിയോ? എന്റെ ദൈവമേ, നിന്റെ ലീലയ്ക്ക് ശരണമോ ശരണം. എന്തൊക്കെ ഡിസ്റ്റുകളാ ദൈവമേ ഇത്. അവിടെയാണെങ്കി ഒരു വളക്കേസ്, ഇവിടേക്ക് വന്ന വിചിത്രമായിട്ടുള്ളൊരു റൂംമേറ്റ്. ഇനിയിപ്പോ ഇവളുടെ കൂടെ വേണല്ലോ ഈ റൂം ഷെയർ ചെയ്യാനായിട്ട്. ഏതാ ഇവള്? സിഹി, ഒന്ന് നിൽക്ക് സിഹി. സിഹി പ്ലീസ്, കുറച്ച് എണ്ണ ഇട്ടേ പറ്റൂ. വേണ്ട സീതമ്മ, എനിക്ക് എണ്ണ വേണ്ട. നിന്റെ മുടിക്ക് നല്ലതാ മോളെ, നിന്റെ മുടി നല്ലപോലെ വളരാനാ, ഒരു ഉഷാറൊക്കെ കിട്ടും. നീ വെറുതെ എന്നെ ഇങ്ങനെ കളിപ്പിക്കല്ലേ. വേണ്ട സീതമ്മ, സിഹി, എന്റെ സിഹി, മുടിയൊക്കെ സിഹി. സ്റ്റിക്കി സ്റ്റിക്കി ആവും. നിൽക്കാനാ പറഞ്ഞെ. അങ്ങനെ പറഞ്ഞ എന്താ? മുത്തശ്ശി, അങ്ങനെ പറഞ്ഞാ എന്റെ മുടിയൊക്കെ ഒട്ടിപ്പിടിച്ച് നിൽക്കും. കുറച്ചേരം കഴിഞ്ഞാ എന്റെ മുഖം മുഴുവൻ ഓയിലി ആവും. സിഹി, ഞാനേ നിന്റെയൊക്കെ ഈ അമ്മയുടെ പ്രായത്തിലുണ്ടല്ലോ, എനിക്കൊക്കെ എത്ര മുടി ഉണ്ടായിരുന്നെന്നറിയാവോ? എന്തുകൊണ്ടാ ഞാൻ നന്നായിട്ട് എണ്ണ തേച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. എന്റെ മുടി കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാ മോളെ നിന്റെ മുത്തച്ഛൻ എന്നെ കല്യാണം കഴിച്ചത്. മുത്തശ്ശി, അപ്പൊ ബോബ് കട്ട് ചെയ്യുന്നവരൊക്കെ കല്യാണം കഴിക്കില്ലേ? ഏയ് കുറുമ്പി, തരാ ഞാൻ നിനക്ക്. നിൽക്കവിടെ. ശരി ശരി, നീ ഓഫീസിലേക്ക് പോയിരുന്നില്ലേ? അവിടുത്തെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, എങ്ങനെയുണ്ടായിരുന്നു? മുത്തശ്ശി, ഞാൻ ഓഫീസിലേക്ക് പോയില്ലേ, എന്നെ കണ്ടപ്പോ എല്ലാവർക്കും ഒന്ന് സന്തോഷായെന്ന് അറിയോ? അതൊക്കെ വിട്, അതൊന്നും എനിക്ക് മനസ്സിലാവില്ല. നിന്റെ ഫ്രണ്ട് ശ്രീരാമിന്റെ വിശേഷം എന്താ? എന്റെ രാമൻ ഹാപ്പി ആയിരിക്കുന്നു മുത്തശ്ശി. ആണോ മോളെ? അവൻ എന്തു പറഞ്ഞു? മുത്തശ്ശി, നിങ്ങൾ അവിടെ നിൽക്ക്. എനിക്കറിയാം നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നേന്ന്. നിങ്ങള് എന്റെ തലയില് എണ്ണയാക്കാൻ വേണ്ടിട്ട് സീതമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നല്ലേ? ഓഹോ, വലിയ കില്ലാടിയാണല്ലോ മോളെ നീ. സീത, റാം ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത് അങ്ങനെ കാണാറില്ലല്ലോ. എന്തൊക്കെ പറഞ്ഞാലും മുതലാളിയല്ലേ, അവൻ ആരാ എന്താ ഏതാ എന്നൊക്കെ ഇവിടെ ഉള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഇങ്ങോട്ട് അധികം വരാത്തതെന്ന് തോന്നുന്നു, അല്ലേ? അതുകൊണ്ടൊന്നും അല്ലമ്മേ, അദ്ദേഹം മുതലാളിയൊക്കെ തന്നെയാ. ജോലി, റെസ്പോൺസിബിലിറ്റീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതിന്റെ അഹങ്കാരമൊന്നുമില്ല. എന്തൊക്കെയാണെങ്കിലും അദ്ദേഹമല്ലേ ശമ്പളം തരുന്നത്. അതുകൊണ്ട് ഞാനിപ്പോ അത്ര ഫ്രീഡം എടുക്കാറില്ല. പക്ഷെ ആദ്യത്തെ പോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ്, ആ റെസ്പെക്ട് ഒക്കെ ഇപ്പോഴും ഉണ്ട്. നേരത്തെ എങ്ങനെയാണോ ഇപ്പോഴും എന്റെ അടുത്ത് അങ്ങനെ തന്നെയാ. ഞാൻ അവനെ മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്തത്. അവനാ പേരിന് ചേരുന്ന വ്യക്തി തന്നെയാ. അങ്ങനെ ഒരാള് അപൂർവാണമ്മേ. അത് സത്യമോളെ, അവനെ കണ്ട തന്നെ മനസ്സിലാവും അവൻ അങ്ങനത്തെ വലിപ്പച്ചെറുപ്പൊന്നുമില്ലാന്ന്. ഏയ്, ഫോൺ എന്തിനാ അവിടെ വെക്ക് വെക്ക് വെക്ക്. സീതമ്മ, ഞാൻ ഇന്നലെ സ്കൂളിൽ പോയില്ലല്ലോ, അപ്പൊ എന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് എന്തൊക്കെ ഹോംവർക്ക് ഉണ്ടെന്ന് ചോദിക്കട്ടെ. നിന്നെയൊക്കെ ഇൻവിറ്റേഷൻ കൊടുത്തയച്ച് വിളിക്കണോ? ഏയ്, കല്യാണ മണ്ഡപത്തിൽ വെച്ച് എനിക്കെതിരെ നിങ്ങൾ സംസാരിച്ചില്ലേ? അത്രക്ക് ധൈര്യമുണ്ടോ നിനക്കൊക്കെ? അപ്പൊ നീയൊന്നും ഓർത്തില്ലല്ലേ നീയൊക്കെ ആർക്കെതിരെയാ സംസാരിക്കുന്നെന്ന്? ഓ, അയ്യോ സാറേ, അന്നത്തെ അവസ്ഥ അങ്ങനെയൊക്കെ ആയിരുന്നു. അതൊന്നും മനസ്സിൽ വെക്കല്ലേ സാറേ. സാർ, നിങ്ങളെ ഈ അവസ്ഥ കാണുമ്പോ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല സാർ. ദയവേത് സാർ അവിടെ പോയിരുന്നോളൂ. ഇരുന്നോളൂ സാർ, പ്ലീസ് അവിടെ പോയി ഇരുന്നോളൂ. പാവം,
അവിടെ അടി കിട്ടിക്കാണും. നീ വായടച്ച് മിണ്ടാതിരിക്കണേ. സാർ, അതെ, ഞങ്ങളെ വിളിച്ചത് എന്തിനാണെന്ന് പറഞ്ഞില്ല. എന്നെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചില്ലേ ആ രാമൻ, അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അവസാനിപ്പിക്കും, അവസാനിപ്പിച്ചിരിക്കും. സാർ, ഇനി മർഡറും മാങ്ങാത്തോലിയൊക്കെ വേണോ? ഞങ്ങള് സാറിനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി കാശൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാ വന്നേ. ആ റാമിന്റെ അടുത്തുനിന്ന് നല്ലൊരു തുക വാങ്ങിച്ചിട്ടുണ്ട്. ആ പൈസ ഉപയോഗിച്ച് സാറിനെ റിലീസ് ചെയ്യാം. അങ്ങനെ ചെയ്താ പിന്നെ എല്ലാത്തിനും ഒരു പരിഹാരമാവില്ലേ? വെറുതെ എന്തിനാ സാറേ ഈ കൊലയും വലയൊക്കെ? അതൊക്കെ റിസ്ക് ആണേ. ഏട്ടാ, എന്തു പറ്റേ? എന്താ കാര്യം? പപ്പച്ചി, പുതിയ വീട്ടിലേക്ക് എല്ലാരും വരുന്നുണ്ട്, നീമ്പാ. പുതിയ വീടോ? ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്. ഓക്കേ, വന്നിട്ട് പോ. നീ വന്നില്ലെങ്കിൽ ഇവിടെ എല്ലാവർക്കും വിഷമമാവും. ഞാൻ വന്നിട്ട് നിങ്ങൾ വിഷമിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാനാവില്ല. അവരുടെ മുന്നിൽ ഏട്ടൻ ഏട്ടനായിരിക്കില്ല, മറ്റൊരാളെ പോലെ. അതൊന്നും എനിക്ക് കാണാനാവില്ല. ഏട്ടൻ തന്നെ പോയിട്ട് വാ. പപ്പച്ചിയെ, ഒരു അരമണിക്കൂറിന്റെ കാര്യമല്ലേ ഉള്ളൂ. നീ ഇപ്പൊ വന്നില്ലെങ്കിൽ സൂരി എന്താ ഏതാന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അതിനൊന്നും ഉത്തരം കൊടുക്കാൻ വയ്യ. ചേട്ടാ, നിന്നോട് ഞാനവിടെ താമസിക്കാൻ പറഞ്ഞു. ഒരു അരമണിക്കൂർ വന്നിട്ട് പോവാനല്ലേ ഞാൻ പറയുന്നത്. ശരി, ഞാൻ വരാം. ഏട്ടനൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. എന്റെ റൂമിൽ ഒരാളും കൂടി ഉണ്ട്. വെറുതെ അങ്ങ് ഇറങ്ങി വരാൻ പറ്റില്ല. ആരാ എന്താന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് വരാം ഞാൻ. ശരി, ഞാൻ നിന്റെ പീസിലെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്റെ ചേട്ടൻ വന്നിട്ടുണ്ട് ആന്റി. അവന്റെ കൂടെ ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ശരി മോളെ, നിന്റെ റൂമില് വേറൊരു കുട്ടി ഉണ്ടായിരുന്നില്ലേ? അവള് തിരിച്ചു വന്നിട്ടുണ്ട്. അവൾക്ക് നാവ് ഇത്തിരി കൂടുതലാ, പക്ഷെ അവള് നല്ല കുട്ടിയാ മോളെ. കഴിക്കാൻ മെസ്സി പോയിട്ടുണ്ട്. വന്നിട്ട് പരിചയപ്പെടാം. ശരി ആന്റി. ശരി മോളെ. ഇവള് തന്നെ ഇതൊക്കെ എങ്ങനെ വെച്ചിട്ട് പോയത്? പാവം, എന്തെങ്കിലും തിരക്കിലായതുണ്ടാവും. ഏയ്, എനിക്ക് ബെയില് തരുമെന്നോ? പോയി കണ്ണാടിയിൽ നോക്കണോ? നീയൊക്കെ എപ്പോ എനിക്കെതിരെ തിരിഞ്ഞോ? നിന്നെ ഒന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുതെന്ന് അന്ന് ഞാൻ തീരുമാനിച്ചതാ. നിന്നെ ഒന്നും വിശ്വസിക്കാൻ വയ്യടാ. എന്നാലും നിന്നെയൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്തിനാന്നറിയോ? ഞാൻ ജയിലിലാണെന്നൊരു കാരണം കൊണ്ട് ഈ രുദ്രപ്രതാപിന്റെ പ്രതാപത്തിനൊരു കോട്ടവും സംഭവിച്ചിട്ടില്ലെന്ന് പറയാൻ, കോട്ടം തട്ടില്ല എന്ന് പറയാൻ. രാമ, സീത, ആ പന്ന പൊരട്ട കുട്ടി, അവരെ ഒരാളെയും ഞാൻ ജീവനോടെ വിടില്ല. ജീവനോടെ വിടാൻ പോകുന്നില്ല. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാൽ ഉടനെ നരകം എന്താണെന്ന് അവരെ ഞാൻ കാണിച്ചു കൊടുക്കും. നരകം എന്താണെന്ന് അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കും. അതെ സാർ, സാറ് മനസ്സ് വെച്ചാ ഈ ജയിലിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം നിങ്ങൾക്ക് പഴയതുപോലെ ഒരു കുറവുമില്ലാതെ ജീവിക്കാമല്ലോ സാർ. ആ സീതയേക്കാൾ നല്ലൊരു പെണ്ണിനെ സാറിന് ഇനിയും കല്യാണം കഴിക്കാമല്ലോ. അതെ. വെറുതെ ഈ വാശിയൊക്കെ എന്തിനാ സാറേ?
വെറും വാശിയല്ല, എന്റെ ഉള്ളില് കത്തിക്കൊണ്ടിരിക്കുന്ന പക. എനിക്ക് ആ സീതയെ വേണം. അവൾ എന്റെ പെണ്ണാ. എനിക്ക് സീതയെ വേണം. എനിക്ക് സീതയെ വേണം. അയ്യോ, ചൂടുള്ള ദോശ നല്ല അടിപൊളിയായിരുന്നു. ഇനി അങ്ങോട്ട് ഈ ഹോട്ടലിലെ ഫുഡ് അങ്ങ് സ്ഥിരമാക്കണം. ഇതെന്തൊരു മാജിക്കാ. പോകുമെല്ലാം വലിച്ചു വാരിട്ടിട്ട് പോയതാണല്ലോ. വന്നപ്പോ എങ്ങനെ ഇതൊക്കെ നീറ്റായിട്ടിരിക്കുന്നേ? ഓ, ആ കുട്ടിയെല്ലാം ക്ലീൻ ചെയ്തതായിരിക്കും. ഇവളാള് കൊള്ളാലോ. അതെ, അശോകിന്റെ വീട്ടിലേക്ക് പോകണ്ടേ? റെഡിയായോ? ഈ ഡ്രസ് ഇടാൻ പറഞ്ഞതാണല്ലോ, എന്നിട്ട് ഇതുവരെ റെഡി ആയില്ലേ? ഏട്ടൻ വരുന്നില്ലേ അപ്പോ? അവനെ എന്താണോ, അശോക് ഈ വീട്ടിലെ കുട്ടിയാ, നമ്മുടെ ചെറുക്കനെ പോലെയാ. അവനെ നമ്മൾ നോക്കുന്നുണ്ടായിരിക്കും, നല്ലതുപോലെ ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ എന്താണോ, ഈ റോസിൽ മുള്ളുണ്ടാവുമെന്ന് പറയുന്നത് പോലെ അവന് അംഗീകരിക്കപ്പെടേണ്ട ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ അപമാനിക്കപ്പെടാറുണ്ടല്ലോ പാവം. അവൻ ഇപ്പോ ഫൈനലി ഈ വീട് കൊണ്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം സംഭവിക്കുമല്ലോ അല്ലേ? ഹാപ്പിനെസ്. ഐ എം സോ പ്രൗഡ്. അതുകൊണ്ടാണ് ഞാനിന്ന് നിങ്ങളുടെ കൂടെ അയ്യോ ഇവിടുന്നിട്ട് പോയി. ഞാൻ സംസാരിച്ച് തീരുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയോ? അത്രയ്ക്ക് ധൃതി പിടിച്ച് നിൽക്കായിരുന്നു. ഇനിയിപ്പോ വാ, നല്ല കളർ സെൻസ് ആണല്ലോ ഇവക്ക്. മൈ വൈഫ്. വരാൻ പറഞ്ഞ പ്രസംഗിച്ചോണ്ട് അവിടെ കിടന്നോളും. എവിടെങ്കിലും പോണെങ്കിൽ ഞാൻ റെഡിയാ ചേച്ചി, പോയാലോ? എവിടെ? അപ്പൊ സത്യം വരുന്നില്ലേ? വരുവായിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് റെഡി ആയിരിക്കുമായിരുന്നു. ഞാനും നിർബന്ധിക്കാൻ പോയില്ല. ഇതുവരെ കുളിച്ചിട്ട് പോലും ഇല്ല ചേച്ചി. അവൻ വരുന്നതും വരാതിരിക്കുന്നതും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ലല്ലോ. പക്ഷേ നിനക്ക് ഇമ്പോർട്ടന്റ് അല്ലേ സാധനം? അതാ ചോദിച്ചു. രാത്രി മുഴുവൻ കുടിയായിരുന്നിരിക്കും. ഇപ്പൊ വരാനുള്ള മൂടും കാണില്ല. അത് വിട്ടേക്ക്, നമുക്ക് പോവാൻ നോക്കാം. സാധേ, വിശ്വട്ടാ. അയ്യോ സാറേ, അവര് നേരത്തെ ഇറങ്ങിയല്ലോ. അപ്പൊ അവരെല്ലാം പോയോ? അല്ല 5 മിനിറ്റ് കൊണ്ട് റെഡിയാവുന്നതാണല്ലോ. മനസ്സിന് ശുദ്ധി ഉണ്ടായാൽ മതി, കുളിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ലാന്ന് കരുതി അങ്ങനെ വന്നതാ. അപ്പോഴേക്കും സാധനം ഇവരൊക്കെ ഇത് എവിടെ പോയി? വാവ്, എന്റെ ഫ്രണ്ട് എന്തൊരു സുന്ദരനാണ്.
ഹായ് സീക്കുട്ടാ, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. നിനക്ക് എന്താ പണി ഫ്രണ്ട്? ദേ ഞാനിങ്ങനെ കാറി പോയിക്കൊണ്ടിരിക്കുക. ഫ്രണ്ട്, കാർ നിർത്ത്. സീതമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, ഡ്രൈവ് ചെയ്യുമ്പോ ഫോൺ വിളിക്കാൻ പാടില്ല. അത് തെറ്റാ. പൊന്നു സീമോളെ, ഞാനല്ല കാർ ഓടിക്കുന്നത്, എന്റെ ഡ്രൈവറാ കാർ ഓടിക്കുന്നേ. പറ, നീ എന്താ ചെയ്യുന്നേ? സീതമ്മ എണ്ണ ഇട്ട് തരാൻ ട്രൈ ചെയ്യുമായിരുന്നു. ഞാൻ എസ്കേപ്പ് ആയി വന്നതാ ഫ്രണ്ട്. എസ്കേപ്പോ? എന്താ നിനക്കത് ഇറിറ്റേഷനാ? ആക്ച്വലി എനിക്കും തലയിൽ എണ്ണ വെക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇപ്പോ ഞാനത് വല്ലാതെ മിസ് ചെയ്യാടാ. അമ്മയുടെ കൈകൊണ്ട് തലയിൽ എണ്ണ വെപ്പിക്കാനുള്ള ഭാഗ്യം എത്ര പേർക്ക് കിട്ടുമെന്നാ. ഓക്കെ, അപ്പൊ നല്ല കുട്ടിയായിട്ട് വേഗം സീതമ്മയുടെ അടുത്ത് പോയിട്ട് തലയിൽ എണ്ണ വെക്കേ. പോ. ഓക്കെ ഫ്രണ്ട്. സീതമ്മ എന്താ പറഞ്ഞതെന്നറിയോ? റാം വളരെ നല്ലവനാ, അവൻ ആ പേരിന് ചേർന്ന ആളാണെന്ന്. ഫ്രണ്ട്, സീതമ്മ മറ്റെന്തോ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? ആ, ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയില്ലാന്ന് പറഞ്ഞു. എന്താ സീതമ്മ എന്താ പറഞ്ഞേ? റാം വളരെ നല്ലവനാ, അവന് അഹങ്കാരോ? ഓക്കെ, അഹങ്കാരമാണോ? അത് തന്നെ. എന്നിട്ട് അവൻ അതൊന്നുമില്ല. എനിക്ക് അവനെ മനസ്സിലാക്കാൻ പറ്റിയില്ല. റാമിന്റെ പേരിന് ചേരുന്ന ആളാണെന്നാ പറഞ്ഞത്. ആണോ? സീതമ്മ ശരിക്കും അങ്ങനെ പറഞ്ഞോ? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അയ്യോ സത്യമാ ഫ്രണ്ട്. നീ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞ മോളെ, സീതമ്മ എന്താ പറഞ്ഞെന്ന്? അയ്യോ ഫ്രണ്ട്, ഇതെന്നാ മന്ത്രമാണോ വീണ്ടും വീണ്ടും പറയാൻ? നീ ഗുഡ് ബോയ് ആണെന്നാ പറഞ്ഞത്. സീരിയസ്ലി സീതമ്മ അങ്ങനെ പറഞ്ഞോ? അതെ ഫ്രണ്ട്, സത്യം സത്യം സത്യം. മുത്തശ്ശിയോടാ പറഞ്ഞത്. നീ മുത്തശ്ശിയോട് ചോദിച്ചോക്ക്, ഞാൻ മുത്തശ്ശിനെ വിളിക്കാം. വേണ്ട, എന്റെ ഫ്രണ്ട് പറഞ്ഞാൽ എനിക്ക് വിശ്വാസമല്ലേ പിന്നെ. ഓക്കെ ഫ്രണ്ട്, ബൈ. എനിക്ക് എന്റെ ഫ്രണ്ട്സിനെ വിളിച്ച് ഹോംവർക്കിന്റെ വീഡിയോ ഒക്കെ എടുക്കണം. ശരി പൊന്നെ, ബൈ, ടേക്ക് കെയർ. ബൈ. സീത ശരിക്കും എന്നെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു കാണുമോ?